ഹലോ, എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊരു സുഹൃത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് കാഞ്ഞിരിക്കൊല്ലി വരെ വന്നാണ്. എനിക്കിപ്പോൾ ഇവിടുന്ന് നേരെ മീശക്കവല വരെ പോകണം, അളകാപുരി വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ. സുഹൃത്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ആ ഹോട്ടലിൽ നിന്ന് ഇച്ചിരി ഫുഡ് പാർസൽ മേടിക്കാൻ വേണ്ടി പോയിരിക്കുക. നമ്മുടെ സുഹൃത്ത്, എൻ്റെ പേരിനായിരുന്നു അശ്വന്ത് അല്ലേ? അശ്വന്ത് ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നതാണ്. ചുഴലിയിലാണ് വീട്, ചുഴലി. ഇവിടെ കുറേ നാളായി ഇവിടെ ജോലിക്കായിട്ട്. ഇവിടെ ഇപ്പോൾ 3-4 മാസമായി. അത് രാവിലെ തന്നെ പുറപ്പെട്ടായിരുന്നു അല്ലേ? രാവിലെ തന്നെ പുറപ്പെട്ടു. നിങ്ങൾ മുകളിലാണോ അതോ ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? മീശക്കവല അല്ലേ? അളകാപുരി വെള്ളച്ചാട്ടത്തിനെ കൊണ്ടുവന്ന് വയ്ക്കാം. നമ്മൾ മീശക്കവലയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇങ്ങോട്ട് നല്ല കയറ്റമാണ്. മിക്കവാറും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഒടുക്കത്തെ കയറ്റമാണ്. ഇതെങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ജോലി കിട്ടണേ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് പൈസ കിട്ടിയത് നമ്പർ റേറ്റാ? ഇത് കുറച്ച് കഴിയുമ്പോൾ പെർമനന്റ് ആവുമായിരിക്കും അല്ലേ? അത് പെർമനന്റ് ചാൻസ് കുറവാണ്. അതെയോ? ഇവിടെ നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടോ? നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉണ്ടല്ലേ? ഇവിടെ എങ്ങനെ മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടോ? ഉണ്ടോ? ആണാണിപ്പോൾ നൈറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സത്യമാണെന്നറിയില്ല, ഇവിടെ പാടാങ്കോലെല്ലാം കടുവ ഇറങ്ങി എന്നൊക്കെ പറയാം. സത്യമാണെന്ന് അറിയാം. കടുവയും കടുവേന്റെ കുഞ്ഞും. അതാ ഇപ്പൊ ചിലര് പറയുന്നത് കടുവ ഒരു സ്ഥലത്ത് നിന്ന് 1 മാസത്തേക്കൂടെ അവിടെ നിൽക്കില്ല, അതിന്റെ അടുത്ത് ഇങ്ങോട്ട് പോകുന്നു ഉണ്ടല്ലേ? പക്ഷേ ആ ഒരു കടുവയിലെ സ്ഥലത്ത് വേറൊരു കടുവ ഉണ്ടാവില്ല. ഒറ്റ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ അതിന്റെ ഒരു 2 കുഞ്ഞുങ്ങളുണ്ടെന്നാണ്, പട്ടീന്റെ വലിപ്പം ഉണ്ടെന്നാണ്. പുല്ലിയത്തമ്പത് വരെ കണ്ടത്. ഇവിടെ കണ്ടവര് കുറെ പേരുണ്ട്. ഇപ്പൊ മോള് ശശിപ്പാറ അതേപോലെ തന്നെ പുലിനെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാരൻ്റെ അവിടെ അതെയോ? അവനവിടെ ഒരു പുലിനെ കണ്ടു പറഞ്ഞു ഒരു ദിവസം രാത്രി വൈകുന്നേരം. ഇവിടെ അളകാപുരി വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് പറയുന്ന പേരാണ് മീശക്കവല. നമ്മൾ അശ്വത്തിനെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. അതൊരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട്. റോഡിന് തീരെ വീതിയില്ലാത്തതുകൊണ്ടേ ടയർ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഉള്ള മലനിരകൾ കാണാൻ എന്നാ ഭംഗിയാണെന്നറിയാം. എന്നാ ഉയരം നോക്കിയിട്ട് ആ മലയുടെ ഒറ്റ മുകളിൽ തന്നെ ഇവിടെ റിസോർട്ട് ഉണ്ടാവും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടേക്ക് ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ന് ഒത്തിരി ആളുകൾ വരും. ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഇവിടെ ഒരു അളകാപുരി വെള്ളച്ചാട്ടമുണ്ട്, ശശിപ്പാറ വ്യൂ പോയിന്റ്, അങ്ങനെ 2 സെന്ററുകളുണ്ട് ഇവിടെ. അവിടെ തിരിച്ച് നമ്മളിപ്പോൾ കൊട്ടാടിക്കവല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ. കൊട്ടാടിക്കവല കുറച്ചും കൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഉള്ള സീനറി ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് നിർത്തിയതാ. ഇത് മൊത്തം സഖ്യപർവ്വതത്തിന്റെ ഭാഗങ്ങളാണ്. അങ്ങേ അറ്റത്ത് കാണുന്ന മലനിരകളുണ്ടോ? അങ്ങേ അറ്റത്ത് കാണുന്ന മലനിരകളൊക്കെ കർണാടകയാണ്, കർണാടക. ഇതിന്റെ താഴെയുള്ള വശവും അതിന്റെ മുൻഭാഗവും ഒക്കെ ഫോറസ്റ്റ് ആണ് കേട്ടോ, കേരള ഫോറസ്റ്റാ. ആനത്തോട് വരെ ഓട്ടം പോവാണേ. അവിടെ ആള് വിളിച്ചിട്ടുണ്ട്, അവിടെ പോവാ. ദിലീപ് എന്നാണ് അവന്റെ പേര്. ട്രൂ കോളറിൽ കാണുന്നത്, ആരാണോ നമുക്കറിയില്ല. ചെല്ലുമ്പോ നോക്കാം. സ്ഥലത്തെത്തിയേ പോരെ ബാ. ഇരുന്നേച്ചി കുറച്ചടച്ചു എവിടെ പോടാ? ഞാൻ മുടി വെട്ടാൻ വേണ്ടി. ചേച്ചിയോ? ചേച്ചി വയനാട്ടിൽ പോകണം. വയനാട്ടിലേക്കാ? ഇപ്പം ബസ് വരുമായിരിക്കും കേട്ടോ. ആവശ്യമില്ല. അത്ര ഉള്ളപ്പോൾ നമ്മളൊന്നും ചേർക്കണ്ട. ആവശ്യമല്ലേ? അതെ അതെ അതെ.
ഇറച്ചി മേടിച്ചടാ? അറിയാലോ ആ ഇല്ല മീന് ഇറച്ചി കഴിക്കാനുള്ള വീട്ടില് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അതെയോ? ഒരു 2 ആഴ്ച കൂടുമ്പോ ഞാൻ കഴിക്കുള്ളൂ ഇറച്ചി. അതെയോ? പക്ഷെ നമുക്ക് ആഗ്രഹം നിന്നും കഴിക്കാൻ വേണ്ടിട്ട് എല്ലാം ഉണ്ടാക്കി തരും, കഴിക്കാലോ അവര്. ആ മീനെ കൊണ്ട് വീട്ടിൽ ആരൊക്കെ ഉള്ള ഇപ്പൊ? അമ്മയുണ്ട്, അവളുണ്ട്. കൊണ്ടുവരാം ഒരു അംഗങ്ങളാണ്. ഇപ്പൊ അമ്മയ്ക്ക് തൊഴിലുറപ്പുണ്ടെങ്കിൽ അമ്മ അങ്ങോട്ട് പോകും വിചാരിക്കും. എനിക്കുണ്ട് ഈ ഫാമിന്റെ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായോ? ഫാമിന്റെ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായോ? ഫാം ആ നഴ്സറി അതെയോ? എന്തോ പഞ്ചായത്ത് പറഞ്ഞിട്ട് ചെയ്തല്ലേ? അതെ അല്ലേ? ആ തൈ വെച്ചായിരുന്നു. നല്ല പേരില്ലേ? ആ വേരുണ്ട് കുഴപ്പമില്ല കേട്ടോ. നല്ല തയ്യാ. അതൊന്ന് രക്ഷപ്പെട്ട് വന്നാ മതിയായിരുന്നു. എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. ആ ഉണക്ക് പണിയെടുത്തു. എൻ്റെ സുഹൃത്ത് മാരിപ്പുറം ബെന്നിച്ചാൻ്റെ വീട്ടിൽ വരാൻ പോയതായിരുന്നേ. അപ്പം ഇവിടം വരെ 40 രൂപയുടെ ഓട്ടോ ഉള്ളൂ, ചെറിയ ദൂരമേ ഉള്ളൂ. പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ നേരത്തെ നല്ല അടിപൊളി ഈ കവുങ്ങൻ തൈകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വെച്ചോന്നാണ് നേരത്തെ ചോദിച്ചത്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് കടകൾ കുറവാണ്, വണ്ടി കുറവാണ്, ആളുകൾ കുറവാണ്. ഞാനിതിൽ തിരിച്ച് വീട്ടിൽ പോവാണ്. കാരണം എന്താ വെച്ചാൽ 2 മണി കഴിയുമ്പം എനിക്ക് പള്ളിയിൽ ഒരു മ്യൂസിക് പ്രാക്ടീസ് ഉണ്ട്. അമ്മമാർക്ക് കുറച്ച് ഒരു പാട്ടിന് പ്രാക്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പാട്ട് പ്രാക്ടീസിന്റെ സമയമാണ്. എനിക്കറിയാം, ഞാൻ അവിടെ നിർത്തി കേൾക്കുന്നുണ്ട്. തുടങ്ങിയതിന്റെ ഇരട്ടി സ്പീഡിൽ അവസാനിച്ചു. എവിടെ സമയം തുടങ്ങിയതിന്റെ ഇരട്ടി സ്പീഡിലാണ്. അതല്ല നേതൃത്വം പറയാൻ പറ്റില്ല. കാരണം എത്ര പുള്ളിക്കാർക്ക് അറിയുന്നു. അപ്പൊ ഞാൻ അതനുസരിച്ച് പറയാൻ മാത്രമല്ല, പാട്ടിന് നേതൃത്വം കൊടുക്കേണ്ടത്, അതായത് അവിടെ ചെന്ന് നേതൃത്വം കൊടുക്കേണ്ടത് ലീഡറാണ്. അന്നേരം ലീഡറിന്റെ താളം അനുസരിച്ച് ഗ്രൂപ്പ് ഫ്ലോഗ് തുടങ്ങിയ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്താ പറഞ്ഞാലും കേൾക്കാൻ തയ്യാറായിട്ട് കുട്ടികളോട് നിൽക്കാൻ പറ്റും. ഇത് ഞാൻ ഇവിടെ എൻ്റെ മോന് ഒരു കീബോർഡ് ക്ലാസ് ഉണ്ടേ. അപ്പം അങ്ങോട്ടേക്ക് ഞങ്ങൾ പോകാൻ പോവാം. അങ്ങനെ ഞാനിപ്പോൾ നെല്ലിക്കുറ്റിലെത്തി. നെല്ലിക്കുറ്റിൽ ഇപ്പം സംഗീത ക്ലാസ്സിൽ വന്നതാണ്. സംഗീതം പിന്നെ വോക്കൽ, ഈ കീബോർഡൊക്കെയാണ് മെയിനായിട്ട് പഠിക്കുന്നത് എൻ്റെ മോനെ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു വോക്കൽ ഒരു കൊച്ചിൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം അവിടേക്ക് ഞാൻ വന്നതാണ്. അപ്പോൾ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. രാത്രിയായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി വരുന്ന വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. താങ്ക് യു.